ദൈവവചനത്തിൻ്റെ സത്യം കറക്റ്റായിട്ട് നമ്മൾ അറിയണമെങ്കിൽ ചരിത്രം അറിയണം. ചരിത്രം അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് നമുക്കറിയാൻ പറ്റൂ. ചരിത്രം അറിയാത്ത അജ്ഞരാണ് നമ്മൾ ഈ സത്യം വിളിച്ചു പറയുമ്പം നമ്മുടെ പുറകെ വന്ന് ചീത്ത പറയാൻ വരുന്നവർ. പ്രൈസ് ദി ലോർഡ്. അന്ന് കർത്താവ് ഈ ഭൂമിയിലുണ്ടായപ്പോഴും കർത്താവിനെ വെറുതെ വിട്ടില്ല. ഈവൻ പിശാചിൻ്റെ കൊടിയ ആളാണെന്നൊക്കെയാണ് കർത്താവിനെ പറഞ്ഞത്. അവൻ പാപികളുടെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ. അപ്പം അങ്ങനെ തെറ്റുകളും കുറവുകളും കണ്ടുപിടിക്കാനായിട്ട് കർത്താവിൻ്റെ പുറകെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ പുറകെ. അപ്പോൾ അതുകൊണ്ട് ആരെല്ലാം സ്തോത്രം ഈ സത്യം മറച്ചു വെക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാവ് ദൈവം അത് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ AD 11-ാം നൂറ്റാണ്ടിലാണ് കുർബാന ബലിയർപ്പണമായി രൂപാന്തരപ്പെടുകയും അതിൽ പങ്കുകൊള്ളുന്നത് നിർബന്ധമാക്കുകയും ചെയ്തത്. അപ്പം നുറുക്ക് ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാരായ കർത്താവിനെ കണ്ടു കൂടെയിരുന്ന കർത്തൃമേശ അനുഭവിച്ച വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്നത്. എന്നേക്കുമായുള്ള ബലിയർപ്പണം കഴിഞ്ഞു. എബ്രായ ലേഖനം 10-ാം അധ്യായം വായിക്കണം. ഹോംവർക്കായിട്ട് ഇന്ന് വായിക്കണം. ഇനിയൊരു ബലിയർപ്പണത്തിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ്. കാൽവരിയിൽ ഏക ബലിയർപ്പണത്തോടുകൂടി ബലിയർപ്പണം നിന്നു. ബട്ട് നൗ, ഈവൻ നൗ, ഇപ്പോഴും ബലിയർപ്പണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. തുടർന്നുകൊണ്ടിരിക്കുന്ന ബലിയർപ്പണം കർത്താവിൻ്റെതല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. ആക്സിഡൻറ്റിൽ മരിച്ചുപോയ ഒരു പുരോഹിതൻ്റെ സാക്ഷ്യം. അതിൽ അച്ഛൻ പറയുകയായിരുന്ന ആക്സിഡൻറ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഒരു മാലാഖ വന്ന അച്ഛനെ ആദ്യം കൊണ്ടുപോയത് നരകത്തിലേക്കാണ്. അതിനുശേഷം കൊണ്ടുപോയത് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. മൂന്നാമതായിട്ട് അച്ഛനെ കൊണ്ടുപോയത് സ്വർഗത്തിലേക്കാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് നരകത്തിൽ കിടക്കുന്നത്, അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലും കിടക്കുന്നത്. നരകത്തിൽ കിടക്കുന്നവർ ആരൊക്കെയാണെന്നും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ചിലരെയൊക്കെ അച്ഛന് പരിചയമുണ്ടെന്നും അവരുടെ പേരൊന്നും ഞാൻ പറയത്തില്ല, പറയരുതെന്ന് മാലാഖ പറഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്ന് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇൻ ഷോർട്ട്, അച്ഛൻ അങ്ങനെ ഒരു വെളിപ്പാട് ദർശനം കിട്ടിയത് അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, സ്വർഗമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, നരകമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് ഈ 3 സ്ഥലങ്ങളും ഉണ്ട് എന്ന് ഒന്നുകൂടി നീ ഭൂമിയിൽ ചെന്ന് ജനത്തിനോട് പറയണമെന്നുള്ള ദൗത്യമായിട്ട് അച്ഛനെ വിട്ടിരിക്കുകയാണ്. നല്ല കാര്യം. പക്ഷേ അച്ഛൻ ഇതിലൊരു പ്രശ്നമുള്ളത്, ശുദ്ധീകരണത്തെ കോടിക്കണക്കിന് ആൾക്കാരെ കിടക്കുന്നത്. റോമൻ കാത്തലിക് ചർച്ച് നവംബർ മാസം ആത്മാക്കളുടെ സർവ്വ ആത്മാക്കളുടെ എല്ലാ ആത്മാക്കളുടെയും ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവ്യബലി, അന്നത്തെ കുർബാന ഇവർക്ക് വേണ്ടിയുള്ളതാണ്. അച്ഛൻ ഞാൻ ചോദിക്കട്ടെ, എത്രയോ വർഷമായി ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് ബലിയർപ്പണം തുടങ്ങിയിട്ട് ഇതുവരെ ആരും അവിടുന്ന് മോചിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അച്ഛൻ കുർബാന ചൊല്ലാൻ ജനത്തിനോട് വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കണം. കാത്തലിക് ചർച്ചിൻ്റെ വിശ്വാസമനുസരിച്ച്, റോമൻ കാത്തലിക് ചർച്ചിൻ്റെ വിശ്വാസമനുസരിച്ച്
ഒരു ബലിയർപ്പണത്തോടുകൂടി ആത്മാക്കൾ നിത്യതയിൽ എത്തേണ്ടതാണ്. എത്തിയില്ല എന്നുള്ള തെളിവില്ല. ഇപ്പോഴും കോടിക്കണക്കിന് ആൾക്കാർ അവിടെ കിടക്കുക. മാത്യു നായ്ക്കൻ പറമ്പിൽ അച്ഛൻ പറഞ്ഞത് സിസ്റ്റർ അഭയ നരകത്തിൽ കിടക്കുകയാണ്, ശുദ്ധീകരണത്തിൽ കിടക്കുകയാണ് എന്ന് അച്ഛനോട് പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം അച്ഛനത് തിരുത്തി പറയേണ്ടതായിട്ടും വന്നു. എന്നെ ആരും കൊന്നിട്ടില്ല, ഞാൻ പാപം ചെയ്തതുകൊണ്ട് ഇവിടെ വന്നതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ ഒരു പെശകുണ്ട്. എല്ലാ വർഷവും ഈ അഭയ സിസ്റ്ററിൻ്റെ മേൽ കുർബാനയിലും. അപ്പോൾ ദൈവവചനത്തിൽ ഈ സത്യമുണ്ട്, ദൈവവചനത്തിൽ സത്യമുണ്ട്. എന്നേക്കുമുള്ള ബലിയർപ്പണം കഴിഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ യാഗത്താൽ, വചനം പറഞ്ഞെന്താണെന്ന്, അവൻ നമ്മളെ എന്നേക്കുമായി പൂർണ്ണരാക്കി, ഇനിയൊരു പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലെന്ന്. സത്യം ജനം അറിയണം. അത് നിർബന്ധമാക്കി എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു 11-ാം നൂറ്റാണ്ടിൽ കുർബാന ബലിയർപ്പണമായി രൂപാന്തരപ്പെട്ടു. അതിൽ പങ്കുകൊള്ളുന്നത് നിർബന്ധമാക്കുകയും ചെയ്തു. സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി റെവലേഷൻസ് യൂട്യൂബ് തപ്പിയ കാണും. ഒത്തിരി പേര് വന്നിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ഇല്ല എങ്കിൽ കുർബാന അർപ്പിക്കാൻ ആരും പണം കൊടുക്കത്തില്ല. പുരോഹിതൻ്റെ വരുമാനമാണ് കുർബാന പണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ആരും പള്ളിയിൽ വരത്തില്ല. പക്ഷേ അപ്പോസ്തലന്മാർ അവർ എപ്പോഴൊക്കെ കൂടി വന്നോ അവർ അപ്പം നുറുക്ക് ശുശ്രൂഷ നടത്തിയെന്നാണ് പറഞ്ഞത്, കുർബാന അർപ്പിച്ചെന്ന് പറയുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് അപ്പോസ്തലന്മാർ എന്ത് കാണിച്ചതെന്നോ അത് മാത്രം ചെയ്താൽ മതി. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അപ്പം നുറുക്ക് ശുശ്രൂഷ എങ്ങനെ നടത്തണമെന്ന് വിശുദ്ധ പൗലോസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, അതുപോലെ ആ പ്രാർത്ഥന ചൊല്ലുമ്പം നിങ്ങൾക്കായി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരം എന്നാണ്. അപ്പോൾ ഇതുവരെ അർപ്പണം നടന്നിട്ടില്ലെന്നാണ് അർത്ഥം. അർപ്പിക്കപ്പെടുവാനിരിക്കുന്ന എൻ്റെ ശരീരം. പക്ഷേ കൊറിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം മോനെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-24 വാക്യങ്ങളൊന്നും അവിടെ ശ്രദ്ധിച്ചേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അർപ്പിക്കപ്പെടാനിരിക്കുന്ന എന്നല്ല, അത് കർത്താവ് ആ ബലിയർപ്പണത്തിന് മുമ്പ് അന്ത്യത്താഴ വേളയിൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അർപ്പണം കഴിഞ്ഞു. അതൊരു ഓർമ്മയായിട്ടാണ് അപ്പവും വീഞ്ഞും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുന്നില്ല. അതൊക്കെ പിന്നീട്, ഞാനത് നേരത്തെ പറഞ്ഞു, അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നുവെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു ഓർമ്മ ആചരിക്കലാണ്. ഇപ്പോഴൊരു വീഡിയോ വൈറലായിട്ട് എറണാകുളത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെട്ടൂർ ഭാഗത്തുള്ള ഒരു പള്ളിയിലെ ഒരു കുഞ്ഞ് കുർബാന സ്വീകരിച്ചപ്പം ആ കുഞ്ഞിൻ്റെ നാവിൽ ആ ഓസ്തി വെച്ചു കൊടുത്തപ്പം
അത് രക്തമായി മാറിയെന്ന്. ഏതൊരു അത്ഭുതത്തിനും ഈ തിരുവചനത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഈ തിരുവചനത്തിൽ അതിന് അടിസ്ഥാനമില്ലെങ്കിൽ അത് അത്ഭുതമല്ല, അത് പിശാച് കൊണ്ടുവരുന്ന അത്ഭുതമാണ്. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് റാണി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ നാവിൽ ഇതേപോലെ രക്തവും ആ മാംസം രക്തമായി ഇങ്ങനെ വന്നത് ഭയങ്കര ഷൂട്ടായിട്ട് എടുത്ത് അത് വൈറലായി. ഇപ്പോൾ റാണിയുമില്ല, അത്ഭുതവുമില്ല. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. മനുഷ്യനിർമ്മിതമായ ഒന്നിലും എൻ്റെ കർത്താവ് വസിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ബലിയർപ്പണം, ആ കർത്താവിൻ്റെ യാഗം പിന്നീട് ജാതികളിൽ നിന്ന് കടമെടുത്ത ബലിയർപ്പണമായി വിജാതിയരും ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന, അതുകൊണ്ട് നമ്മളുമായിട്ടൊന്നിനും കുറക്കണ്ട എന്നുള്ള രീതിയിൽ സഭയിൽ കടന്നു വന്നതാണിത്. സ്തോത്രം. അപ്പം നുറുക്കു ശുശ്രൂഷ ചെയ്യണം കൂടി വരുമ്പോഴൊക്കെയും, പക്ഷെ അതിന് പണം വാങ്ങിക്കാൻ പാടില്ല. കർത്താവ് ചങ്ക് പറിച്ച് തന്ന അർപ്പണമാണ്. സ്തോത്രം. നിർബന്ധമാക്കിയത് ഇതാണ് കാരണം. അതിലൂടെ വരുമാനം, ഭയങ്കര വരുമാനമാണ്. കാത്തലിക് ചർച്ചിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് കുർബാനപ്പണമാണ്. സ്തോത്രം. അച്ഛന്മാരുടെ നിത്യവൃത്തിക്കുള്ള വേതന അതിനു വേണ്ടിയാണ് പണം ശേഖരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതിപ്പോൾ അടുത്ത വർഷത്തേക്ക് കൂടെ കുർബാന ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഈ പണം വാങ്ങിച്ച് ബാങ്കിലിട്ടിരിക്കുക. ആ ബാങ്കിൽ കിടക്കുന്ന പണത്തിൻ്റെ പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചൊല്ലാൻ കൊടുത്ത വ്യക്തി ക്യൂ നിൽക്കണം. ഇതിൻ്റെ ഇടയിൽ കർത്താവ് എങ്ങനെ വന്ന കുർബാന പണം വാങ്ങിച്ച് പെട്ടിയിലിട്ടിരിക്കുന്ന, ബാങ്കിലിട്ടിരിക്കുന്ന അച്ഛന് പോകാൻ പറ്റത്തില്ല. ഉത്തിരിപ്പ് കടമെന്നും പറഞ്ഞൊരു കടം റോമൻ കത്തോലിക്ക സഭയിലുണ്ട്. അച്ഛൻ ആ കുർബാന അർപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. തിരുവചന സത്യം അറിയാതെ കണ്ട് ജനം അത് കുർബാനയ്ക്ക് പണം കൊടുത്തത് അവർ ചിലപ്പോൾ ഇൻവെർട്ടർ കോമയല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ കർത്താവിൻ്റെ കൂടെ പോയെന്നിരിക്കും. കാരണം ഹൃദയത്തെ ചോദന ചെയ്യുന്നത് കർത്താവാണല്ലോ, നമ്മളാരും വിധിക്കാനായിട്ടില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, ഈ തിരുവചനത്തിൻ്റെ സത്യം ജനത്തിനോട് പറയാതെ കണ്ട് എന്തിനവരെ കൗളിപ്പിക്കുന്നു? അപ്പം ഇതൊരു ബലിയർപ്പണമായിട്ട് ആരംഭിക്കുന്നത് 11-ാം നൂറ്റാണ്ടിലാണ്. AD 1079 പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നത് ഗ്രിഗരി 6 വിലക്കി. എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമെന്നാണ്. ഇറ്റ് സംതിങ് ഓപ്ഷൻ. വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ വേണ്ട. കർത്താവ് പറയുന്നത് പോലെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, ഓക്കെ. പക്ഷേ അത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ വചനം പറയുന്നത് എന്താണ്? മനസാക്ഷി കത്തിക്കരിഞ്ഞ് വിവാഹത്തെ വിലക്കുന്നവർ വരുമെന്നാണ് തിമോത്തിസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുരോഹിതന്മാർ വിവാഹം കഴിക്കട്ടെ എന്ന്, നല്ലതാണ്. അത് പാവമൊന്നുമല്ല. പുരോഹിതൻ വിവാഹിതനായിരിക്കണം. പഴയ നിയമത്തിൽ പറയുന്ന കന്യക മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന്. പുതിയ നിയമത്തിൽ പറയുന്നത് സഭയുടെ അധ്യക്ഷൻ, അതായത് ബിഷപ്പ്, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഏകഭാര്യ എന്ന് പറയുമ്പം കാത്തലിക് ചർച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഏകഭാര്യ എന്ന് പറയുന്നത് രൂപതയാണ്, ഇടവകയിലുള്ള മക്കളാണ്, പുരോഹിതൻ്റെ മക്കൾ. സ്തോത്രം. അങ്ങനെയല്ല അതിൻ്റെ വ്യാഖ്യാനം. ഒരു വിവാഹമെങ്കിലും കഴിച്ചിരിക്കണം. കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, ഇച്ഛിച്ചയൊന്നുമല്ല, മാന്യമായ കാര്യമാണ്. വിവാഹം കഴിക്കണം. എത്രയോ അച്ഛന്മാരാ
ജയിലിൽ കിടക്കുന്ന ബിഷപ്പ്മാരും ഉണ്ട്. 3-4 കോൺഗ്രിഗേഷൻ വരെ മുടങ്ങിപ്പോയി. എന്താ കാരണം? കുഞ്ഞുങ്ങളെ മൊളസ്റ്റ് ചെയ്ത് കേസ് കൊടുത്ത് ആ കേസ് നടത്താൻ പണമില്ലാതെ കണ്ടു വന്നപ്പോൾ കോൺഗ്രിഗേഷൻ നിർത്തേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പുരോഹിതൻ വിവാഹം കഴിക്കാൻ അനുവദിച്ച പോരെ? അതൊരു നിർബന്ധമാക്കി. അതാ സംഭവിച്ചത്. അപ്പോൾ പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നത് ഗ്രിഗറി 6 വിലക്കി. 7 കൂദാശയാണ്, 7 കൂദാശ. ആ കൂദാശയിലെ അവസാനത്തെ കൂദാശയാണ് വിവാഹം. തിരുപ്പട്ടം. 6 വിവാഹം, 7 തിരുപ്പട്ടം. ഒരു ബിഷപ്പ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. കൗദാശിക ജീവിതം നയിക്കാത്തവരെല്ലാം നരകത്തിൽ പോകുന്നു എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഈ 7 കൂദാശയും സ്വീകരിച്ചിരിക്കണം. ഇവിടെ ഒരു വിരോധാഭാസമുള്ളത്, പുരോഹിതന് വിവാഹവും ഇല്ല, വിവാഹം കഴിക്കുന്നവന് പട്ടവും ഇല്ല. അപ്പം 6 സ്വീകരിച്ചിട്ടുള്ളു അല്ല, 7 പഠിപ്പിക്കുന്നത്, 6 സ്വീകരിക്കുള്ളൂ. ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞിരിക്കുന്ന വിവാഹിതർക്ക് പൗരോഹിത്യം കൊടുക്കുമെന്നാണ്. നല്ല കാര്യം, അത് നല്ല കാര്യം. സ്തോത്രം. ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പിടിക്കണ്ട. എന്താണോ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതങ്ങ് ചെയ്താൽ പോരെ, അനുസരിപ്പിച്ചാൽ പോരെ. എന്തിന് ജനത്തിനെയും പുരോഹിതന്മാരെയും കൊണ്ട് പാവം ചെയ്യിക്കുന്നത്? സ്തോത്രം. ഒത്തിരി അച്ഛന്മാരെ എനിക്കറിയാം. ഞാൻ തില്ലേരി പള്ളിയിലായിരുന്നപ്പോഴാണ് കുറേ അച്ഛന്മാർ എൻ്റെ അടുത്താണ് കുമ്പസാരിച്ചിരുന്നത്. കുമ്പസാര രഹസ്യമൊന്നും ഞാൻ പറയത്തില്ല, അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. അതിൻ്റെ അകത്തിരുന്ന് ഞെരുങ്ങുന്നത് നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ ദൈവം ശ്രേഷ്ഠവും മാന്യമെന്ന് കരുതിയത് എന്തിന് നീ വിലക്കി? നമ്മൾ സാധാരണ പറയത്തില്ല, പശു തിന്നത്തുമില്ല, കാക്ക തിന്നത്തുമില്ല, പശുവിനെ കൂടി തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞ പോലെ. ഈ പ്രായം ചെന്ന അമ്മാച്ചന്മാരാണ് ഈ ചെറുപ്പക്കാരായ പുരോഹിതന്മാരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തത്. എടാ, ഞാൻ തിന്നാത്തത് നീ തിന്നണ്ടെന്നാണ് ഈ പറയുന്നത്. എൻ്റെ പൊന്നു ബിഷപ്പ്മാരെ, ഈ പാവ അച്ഛന്മാരെ ഒന്ന് രക്ഷിക്ക്. സ്തോത്രം. ഇതനുസരിച്ചാൽ മതി. ബൈബിളിൽ ഇത് പറയുന്നുണ്ടല്ലോ, പുരോഹിതൻ വിവാഹിതനായിരിക്കണമെന്ന്. ഇനി എന്തിനാ അത് മുടക്കിയത്? എന്തിനാണെന്നറിയാമോ? അതിനും ഒരു വയസ്സായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനുണ്ട്. കർത്താവിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടിയും അർപ്പിതമായി ഒരേ ചിന്തയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനും, പിന്നെ സഭയിലേക്ക് വരുന്ന സമ്പാദ്യങ്ങളൊന്നും ചിതറിപ്പോകത്തില്ലല്ല. മറ്റതാവുമ്പം അച്ഛനും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ചിലവിന് കൊടുക്കണ്ടേ, അച്ഛന് പിന്നെ കുടുംബകാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ഹിസ് അറ്റൻഷൻ ഈസ് ഡിവൈഡഡ്. പക്ഷെ ഒരു കാര്യം, ആദ്യത്തെ പോപ്പെന്ന് വിശ്വസിക്കുന്ന പത്രോസ് വിവാഹിതനായിരുന്നു, കുടുംബജീവിതം നയിച്ചവനായിരുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോപ്പ് പത്രോസിന് കല്യാണം കഴിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വരുന്ന പോപ്പച്ചന്മാർക്ക് കല്യാണം കഴിച്ചുകൂടാ? എന്താ ഇവിടെ സംഭവിക്കുന്ന? പിശാചാണ് ഇത് ചെയ്തതാ. അത് കാരണം എത്രയോ പുരോഹിതന്മാർ, പ്രീസ്റ്റ് ഹോം എന്നും പറഞ്ഞൊരു ഹോമുണ്ട്, എല്ലാ രൂപതയിലും ഉണ്ട്. അവിടെ വരുന്നത് വാർദ്ധക്യത്തിലായിരിക്കുന്ന റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുന്ന അച്ഛന്മാരാണ്. നിങ്ങൾ ആ അച്ഛന്മാരെ ഒന്ന് സന്ദർശിക്കണം.
നല്ലൊരു ശതമാനം പുരോഹിതന്മാരും സന്തോഷമുള്ളവരല്ല. പാപബോധത്തിൽ, കുറ്റബോധത്തിലാണ് അതുങ്ങളുടെ ലാസ്റ്റ് ഡേയ്സ് കഴിയുന്നത്. കൊല്ലം കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രീസ്റ്റ് ഹോമുണ്ട്. ഞാൻ ദില്ലേരി പള്ളിയിലായിരിക്കുമ്പം അവിടെ ഒരു ദിവസം പ്രായം ചെന്ന അച്ഛന്മാരെ കുമ്പസാരിപ്പിക്കാൻ പോയി. ശരിക്കും ആ കുമ്പസാരക്കൂട്ടിലാണ് ഹൃദയം തുറക്കുന്നത്. കുറ്റബോധമാണ്. അച്ഛാ, ഞാൻ മരിച്ച നരകത്തിൽ പോവോ? എന്താ കാരണം? അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപത്തിൻ്റെ ആ കുറ്റബോധം തലേ വന്നിട്ട് കരച്ചില്ല. ഇതിന് ശിക്ഷ ആര് കൊടുക്കും? ആരാ ഇത് ഏറ്റെടുക്കേണ്ടത്? ഗ്രിഗറി മരിച്ചുപോയി. ഗ്രിഗറി 6 പോപ്പ്. ഇന്ന് പുരോഹിതവർഗം അവർ പറയില്ല എങ്കിലും, ഞാനിത് പറയുമ്പം ചില അച്ഛന്മാരൊക്കെ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറയും, അങ്ങനെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവേ അനുവദിച്ചിരുന്നെങ്കിൽ നന്നായി എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയാം. കാരണം ഈ അച്ഛന്മാരുടെ സൈക്കോളജി പുരോഹിതന്മാർക്കെല്ലാം അറിയാം. കള്ളം പറയാത്ത സത്യമാണ്. ദൈവം മാന്യമെന്ന് പറഞ്ഞത് എങ്ങനെ നീ ഇച്ഛിച്ചാക്കി മാറ്റി? സ്തോത്രം. നിങ്ങൾ ഓപ്ഷൻ വെക്കുക, ഇഷ്ടമുള്ളവർക്ക് വിവാഹം കഴിക്കാം. അങ്ങനെയെങ്കിൽ പറഞ്ഞിരുന്നത് കുറേ പാവം കുറഞ്ഞു കിട്ടത്തില്ലായിരുന്ന? ആരും എന്നോട് പിണങ്ങില്ല ഇങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ. സ്തോത്രം. ദൈവവചനം അനുസരിക്കാൻ തന്നെയാ പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചത്. അനുസരിച്ചുകൊണ്ട് ഈ സത്യം ദേശത്തോട് വിളിച്ചു പറയാനാണ്. സ്തോത്രം. AD 1090 ജപമാല ആരംഭിച്ചു. AD 1090 ജപമാല ആരംഭിച്ചു. 150 സങ്കീർത്തനങ്ങളാണ് അപ്പോസ്തലന്മാരും യേശുവിൻ്റെ അമ്മയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ 150 സങ്കീർത്തനം മാറ്റി 150 മണിയായി. അത് പിന്നെ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയായി. സ്വർഗസ്ഥനായ പിതാവ് ഒരു 5 ഉള്ളൂ അതിൻ്റെ കൂടെ. ബാക്കി മുഴുവനും മറിയഗീതമാണ്. സ്തോത്രം. യേശുവിൻ്റെ അമ്മ കൊന്ത ചൊല്ലിയെന്നാണ് ചിലർ പറയുന്നത്. പാവ അമ്മയ്ക്ക് ഇത് അറിയത്തില്ല, എന്താണ് ഈ സാധനമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ഓരോരോ വർഷം ചെല്ലുന്തോറും കൊന്തയുടെ നീളവും കൂടിക്കൊണ്ട് വരിക. ഓരോരോ പുതിയ ടൈപ്പ് കൊന്തകളാണ് ഇറങ്ങുന്നത്. സുഹൃത ജപം എന്നൊക്കെ പറയത്തില്ലേ? എണ്ണം പിടിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. നിനക്ക് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവം എഴുതിത്തന്ന പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. അത് പ്രാർത്ഥിച്ച് ധ്യാനിക്കാനാണ്. ഇനി ഒരു പ്രാക്ടിക്കൽ ബുക്കുണ്ട്, ഒരു പ്രാക്ടിക്കൽ ബുക്ക്, പ്രോവർബ്സ്, സദൃശ്യവാക്യങ്ങൾ. ഒരു മാസത്തിൽ 31 ദിവസമുണ്ടെങ്കിൽ ആ ഓരോ ഡേറ്റും അനുസരിച്ച് അന്നത്തെ ദിനത്തിൽ വായിക്കേണ്ട പുസ്തകമാണ്. ഇന്ന് വായിക്കേണ്ടത് 5-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ അന്നത്തെ ദിനം ആരംഭിക്കുമ്പോൾ ഈ അധ്യായം വായിച്ചുകൊണ്ട് ആരംഭിച്ചാൽ ആ അന്നത്തെ ദിനത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റോ, ഒരു വചനമോ അല്ല 2 വചനമോ, നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനം അതിലുണ്ടാകും. ആ വചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം നമുക്ക് ദൈവം ക്ഷണനേരത്തേക്ക് തന്നിരിക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കാൻ തന്നിരിക്കുന്ന ഗൈഡാണ്. യുവർ വേർഡ് ഈസ് എ ലൈറ്റ് ഫോർ മീ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്.
സ്തോത്രം. കൊന്തയൊല്ലിയല്ല പ്രാർത്ഥിക്കേണ്ടത്. മാതാവ് പറഞ്ഞിട്ടില്ല. മാതാവ് പറഞ്ഞതും മാതാവ് ചെയ്തതും ദൈവവചനം വായിച്ചുകൊണ്ട് ധ്യാനിക്കാനാ പറഞ്ഞേ. കൊന്ത മാതാവിൻ്റെ അല്ല, കൊന്ത വിജാതീയരുടേതാണ്. വിജാതീയ മാർഗത്തിൽ നിന്ന് കടമെടുത്തതാണ്. ഹൈന്ദവർക്കുമുണ്ട് അവരുടെ ജപമാല, മുസ്ലിങ്ങൾക്കുമുണ്ട് അവരുടെ ജപമാല. പിന്നെ നമ്മളായിട്ട് എന്തിന് കുറക്കണം? നമുക്കും ഇരിക്കട്ടെ. എവിടെ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ തൊഴിൽ. നിനക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും നിനക്കനുസരിക്കാനും നിന്റെ മാറോട് ചേർത്ത് വെക്കാനും ദൈവം തന്നതാണ് ഈ പുസ്തകം. ഒരു പ്രാവശ്യമെങ്കിലും ഈ പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഇല്ല. അപ്പോൾ AD 1090 ജപമാല ആരംഭിച്ചു. AD 1190 പാപമോചന ചീട്ട് വിൽപ്പന ആരംഭിച്ചു. സ്തോത്രം. ഇതിൻ്റെ എല്ലാം പിന്നിൽ കളക്ഷനാണ് ലക്ഷ്യം. പണം, പിരിവ്. ഏത് വിധേനയും ജനത്തിനെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കണം. പാപമോചന ചീട്ട് വിൽപ്പന ആരംഭിച്ചു. കാൽവരിയിൽ കർത്താവിൻ്റെ ബലിയർപ്പണ സമയത്ത് അവിടെ ആ കുരിശിൻ്റെ അടിയിൽ എവിടെയെങ്കിലും സ്തോത്രക്കാഴ്ചപ്പെട്ടി ഉണ്ടായിരുന്നോ? നേർച്ചപ്പെട്ടി. കാശ് വാങ്ങിച്ചേട്ടാ കുരിശേ കയറിയത്. പാപമോചന ചീട്ട്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ഈ രക്ഷകൻ നമുക്ക് വേണ്ടി മരിച്ചത്. ചങ്കിലെ ചോര ഊറ്റിത്തന്ന നമ്മുടെ പാപത്തിന് പരിഹാരകനായത് കർത്താവ് എവിടെയാ കണക്ക് പറഞ്ഞത്? AD 12-ാം നൂറ്റാണ്ട് 7 കൂദാശകൾ നിർവചിക്കപ്പെട്ടു. 7 കൂദാശകൾ. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമുക്കെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ആ നൂറ്റാണ്ട്, ഡേറ്റ്, ഇയർ ഒന്ന് പറഞ്ഞു പോകേണ്ട. AD 12-ാം നൂറ്റാണ്ട് 7 കൂദാശകൾ നിർവചിക്കപ്പെട്ടു. AD 1215 അപ്പവും വീഞ്ഞുകളുടെ പദാർത്ഥ മാറ്റ സിദ്ധാന്തം ഇന്നസെൻ്റ് മൂന്നാമൻ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സീ ദ ഡിഫറൻസ്. ഇതൊക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം. ഇതൊക്കെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നാണ്. നോർത്ത് ഇന്ത്യയിൽ SJ ഫാദേഴ്സിന് ഒരു പള്ളിയുണ്ട്. SJ എന്ന് പറഞ്ഞ സൊസൈറ്റി ഓഫ് ജീസസ്. ആ അച്ഛന്മാർക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ ഏരിയയിൽ അവർക്കൊരു പള്ളിയുണ്ട്. അവരുടെ ആശ്രമം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെയുള്ള നാട്ടുകാർ ശിവലിംഗ ആരാധകരായിരുന്നു. അതിൻ്റെ നടുവിലാണ് ഇവർ ചെന്നിട്ട് മിഷണറി പ്രവർത്തനത്തിൽ കുറേ പേര് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. പക്ഷേ ആ പള്ളിയുടെ അകത്ത് അൾത്താരയിൽ സർക്കാരി എന്നും പറഞ്ഞ ആ അപ്പം കുർബാന കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന അപ്പം എടുത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണ് സർക്കാരി. അതിൻ്റെ ഷേപ്പ് എന്താണെന്നറിയാവോ? ശിവൻ്റെ ലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് കർത്താവിലെ കയറ്റി പൂട്ടി വെക്കുന്നത്. അവിടുത്തെ സുപ്പീരിയർ പറഞ്ഞത്, ഈ ശിവലിംഗം കാണുമ്പോൾ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടാകും എന്ന്. ഇതൊന്നും കർത്താവ് പറഞ്ഞതല്ല. ഇത് കർത്താവ് പറയാൻ മറന്നുപോയ കാര്യമാണ്. സ്തോത്രം. അപ്പോൾ അപ്പവും വീഞ്ഞുങ്ങളുടെ പദാർത്ഥ മാറ്റ സിദ്ധാന്തം ഇന്നസെൻ്റ് മൂന്നാമൻ പ്രഖ്യാപിച്ചു. AD 1215 കുംഭസാരം
ആരംഭിച്ചു. സ്തോത്രം. അതുവരെ കുമ്പസാരം ഇല്ലായിരുന്നു അല്ലേ? നിങ്ങളുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറയുക. നിന്റെ പാപം എത്ര കടിച്ചുവപ്പാനെങ്കിലും മഞ്ഞുപോലെ വെളുപ്പിക്കാൻ കഴിവുള്ളവനാണ് ഇന്നും നമ്മുടെ മധ്യേ ഉള്ളത്. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. അതിനാധാരമായിട്ട് പഠിപ്പിക്കുന്നത്, എടുക്കുന്ന വചനമെന്ന് പറയുന്നത്, ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അവ മോചിക്കപ്പെടും എന്നാണ്. സ്തോത്രം. എന്നാൽ പാപം മോചിക്കാൻ അധികാരം ദൈവപുത്രന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാപം ചെയ്താൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധൂർത്തപുത്രൻ വന്ന് മാനസാന്തരപ്പെട്ട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെ ഹൃദയം, അനുതാപമൂർന്ന ഹൃദയം തുറന്ന് നിൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ മഞ്ഞുപോലെ അത് ഒളിപ്പിച്ചു തരും. നിൻ്റെ പാവങ്ങൾ ആഴിയുടെ ആഴിയിലേക്ക് തള്ളി ഇനി ഞാനത് ഓർക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കുമ്പസാരിക്കേണ്ടത് ഒരു മനുഷ്യനോടല്ല, ജീവനുള്ള ദൈവത്തോടാണ്. AD 1220 ഓസ്തി വണങ്ങണമെന്ന് ഹൊനോറിയസ് മൂന്നാമൻ മാർപ്പാപ്പ കൽപ്പന പുറപ്പെടുവിച്ചു. ഓസ്തി വണങ്ങണമെന്ന്. നമ്മുടെ കർത്താവ് ഒരിക്കൽ കൂടി പറയുകയാണ്, കർത്താവിന് വസിക്കാനുള്ള ഇടമെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരാലയം ഈ ഭൂമിയിലുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരേ ഒരാലയം, അത് മകനെ മകളെ നീയും ഞാനുമാണ്. അവിടുന്ന് വസിക്കുന്നത് നമ്മളെ. ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിയത്തില്ലേ? ആ കർത്താവ് വസിക്കുന്നത് നമ്മളിലാണ്. സ്തോത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്ര രേഖകൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന പല സത്യങ്ങളാണ്. AD 1229 വലൻഷ്യൻ സൂനകദോസിൽ വെച്ച് സാധാരണ ജനങ്ങൾ ബൈബിൾ വായിക്കുന്നത് നിരോധിക്കുകയും ബൈബിൾ നിരോധിത പുസ്തകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത്. സീ ദ ട്രൂത്ത്. തിരുവചനം കത്തിച്ചു കളഞ്ഞ സംഭവം സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാം? പെന്തക്കോസ്തക്കാരാണ് 7.5 പുസ്തകങ്ങൾ അടിച്ചു മാറ്റിയത്, അത് ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണ് പറയും. എന്തൊരു കഷ്ടപ്പാടാണല്ലേ! ഈ 66 പുസ്തകം തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് അനുസരിക്കുന്നത്. പിന്നെ ഒരു 7 പുസ്തകം കൂടെ അതിൽ കയറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. അടിച്ചു മാറ്റിയാൽ കൂട്ടിച്ചേർത്താൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ശാപം നിന്റെ മേൽ വരുമെന്നാണ്. കുറേ നാളുകൾക്ക് മുമ്പ് പുതിയ ബൈബിൾ, കമ്മ്യൂണിറ്റി ബൈബിൾ എന്ന് പറഞ്ഞ് പുതിയ ബൈബിൾ അടിച്ചിറക്കി. ആ ബൈബിളിൻ്റെ പ്രത്യേകത, ഗാന്ധിജിയുടെ വാക്കുണ്ട്, ടാഗോറിൻ്റെ വാക്കുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രബലന്മാരായ വ്യക്തിത്വങ്ങളുടെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പുതിയ ബൈബിൾ അച്ചടിച്ചിറക്കി. ഒരു 10,000 കോപ്പി വിറ്റഴിഞ്ഞു. അപ്പോഴത്തേക്കും അത് പ്രശ്നമായി. പിന്നെ അത് പ്രിൻ്റ് ചെയ്യാതായി. അത് പ്രിൻ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത പുരോഹിതൻ പറഞ്ഞെന്താണെന്നറിയാമോ? സുവിശേഷത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് മഹാന്മാരുടെ വാക്കുകൾ കയറ്റിയതെന്ന്. അതിൻ്റെ അർത്ഥം മക്കളെ മനസ്സിലായ? കർത്താവിൻ്റെ വാക്ക് പോരെന്നേ, സുവിശേഷത്തെ പരിപോഷിപ്പിക്കാൻ. അപ്പോൾ കർത്താവ് പോരാ. കർത്താവ് യേശു ആരാണെന്ന് നിനക്കറിയാമെങ്കിലല്ലേ അവൻ്റെ ശ്രേഷ്ഠത നിനക്ക് മറ്റുള്ളവർ പറയാൻ പറ്റൂ. ഹല്ലേലൂയ. യേശു ദൈവമാണ്.
അവനെ പരിപോഷിപ്പിക്കാൻ വേറെ ആരുടെയും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അവൻ പൂർണ്ണ ദൈവമാണ്. അവൻ മാത്രമാണ് ദൈവം. അനുസരിക്കേണ്ടത് ഈ പുസ്തകം മാത്രമാണ്. അനുസരിച്ചുകൊണ്ട് അനുസരിപ്പിക്കണം, അടിച്ചേൽപ്പിച്ചല്ല. മനുഷ്യപുത്ര, അവർ കേട്ടാലും കേട്ടില്ലേലും നീ അത് അവരോട് പറയണമെന്നാണ് ഇസക്കിയേലിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ മറ്റ് ചില വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോകും. അത് 1-2 വർഷങ്ങൾ കൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്കതിലേക്ക് പോവുകയാണ്. അപ്പോൾ നിരോധിത പുസ്തകങ്ങളുടെ ഗ്രൂപ്പിലാണ് ബൈബിൾ പെടുത്തിയിരുന്നത്. ഇതൊക്കെ ജനം വായിക്കാൻ തുടങ്ങിയത് കരിസ്മാറ്റിക് മൂവ്മെൻറ്റോട് വന്നോടുകൂടിയാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് കേരളത്തിൽ അത് വന്നത് വളരെ അനുഗ്രഹമായി. ഒത്തിരി കുടുംബങ്ങളിൽ ബൈബിൾ എത്താൻ ഇടയായി. അങ്ങനെ ജനം ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി, സത്യം അറിഞ്ഞു. അനേകം മക്കൾ സത്യം അറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നു, യഥാർത്ഥ സഭയോട് ചേർന്നു. അതിപ്പോഴും നടക്കുകയാണ്. AD 1251 സന്യാസി മഠങ്ങളിലെ പ്രത്യേക വസ്ത്രങ്ങൾ ഇംഗ്ലണ്ടിലെ സൈമൺ സ്റ്റോക്ക് എന്ന സന്യാസി കണ്ടുപിടിച്ചു. AD 1311 ശ്രദ്ധിക്കണേ, AD 1311 റാവന്ന സൂനകദോസിൽ വെച്ച് ശിശുസ്നാനം അംഗീകരിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഇന്നും എൻ്റെ രക്ഷകനായ വീണ്ടെടുപ്പുകാരുടെ കർത്താവ് വരാൻ ഇനി ഒട്ടും സമയമില്ല. എന്നിട്ടും ശിശുസ്നാനം മാത്രമാണ് സത്യമെന്ന് പഠിപ്പിക്കുന്ന മൂഢനായ പുരോഹിത, നീ ആ സ്വർഗത്തിൽ പോകത്തില്ല. പോകുന്നവരെ കൂടെ എങ്കിൽ അനുവദിക്കുക. ശിശുക്കളെ സ്നാനപ്പെടുത്താൻ എവിടെയാ കൽപ്പന? ആരുടെ കൽപ്പന? വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്താൻ പറഞ്ഞത്. ശിശു എവിടെയാ വിശ്വസിക്കുന്നത്? നീ പിശാചിനെ ഉപേക്ഷിക്കുന്നുവെന്ന് ആ കയ്യിലിരിക്കുന്ന ആ 6 മാസമോ 7 മാസമോ 8 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഉള്ള കുഞ്ഞിനോട് അച്ഛൻ ചോദിക്കുകയാണ്, നീ പിശാചിനെ ഉപേക്ഷിക്കുന്ന എന്നും പറഞ്ഞ കരയാനല്ലാതെ കണ്ട് ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം. ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് അപ്പുറത്ത് അപ്പനെന്നും പറഞ്ഞ ഒരു തലതൊട്ട അപ്പൻ നിപ്പുണ്ട്. ഈ അപ്പനാ പറഞ്ഞ ഉപേക്ഷിക്കുന്നു പറഞ്ഞപ്പം കുഞ്ഞിനെ പൊക്കിക്കൊണ്ടുവന്ന ഈ തലതൊട്ട അപ്പൻ്റെ ഉള്ളിൽ മദ്യം ഉണ്ടായിരുന്നു. ഈ മദ്യത്തിലാണ് ഈ അപ്പൻ ഉത്തരം പറഞ്ഞത്. കുഞ്ഞിന് വേണ്ടി എ പ്രോക്സി. ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കുഞ്ഞിനെ പൊക്കിക്കൊണ്ടുവന്ന അമ്മയോ അപ്പനോ അല്ല, കുഞ്ഞ് പറയണം. കുഞ്ഞിന് പറയാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുമ്പം വചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ സൂനകദോസിൽ വെച്ച് റാവന്ന സൂനകദോസിൽ വെച്ച് AD 1311 എന്താ ഉണ്ടായത്? അത് ശിശുസ്നാനം അംഗീകരിക്കപ്പെട്ടു. അപ്പം അതുവരെ ഏത് സ്നാനമാണ് കൊടുത്തിരുന്നേ? വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തിയത്. സ്തോത്രം. ഇതൊക്കെ പിശാചിൻ്റെ ഐഡിയകളാണ്. സ്തോത്രം. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ഇപ്പം ഈ ഞാനിപ്പോൾ പറയുന്ന വീഡിയോ പലരുടെ കയ്യിലും എത്തും, പല അച്ഛന്മാരുടെ കയ്യിലും എത്തും. എൻ്റെ പൊന്നച്ച തമ്പാനച്ച അച്ഛൻ്റെ കയ്യിൽ ബൈബിൾ ഇരിപ്പില്ലേ? POC ആയാലും ഏതായാലും സത്യവാദ പുസ്തകമായാലും POC ആയാലും ഓരോരുത്തർക്ക് അവരുടേതായ ശൈലിയിലുള്ള ബൈബിളുണ്ട്. എന്തായാലും പുതിയ നിയമത്തിൽ 27 പുസ്തകമുള്ളൂ. അത് ഏത് ബൈബിൾ എടുത്താലും 27 പുസ്തകം. ഈ പുസ്തകത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16:16 പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അച്ഛനത് ലംഘിക്കാൻ പറ്റുമോ? അച്ഛനത് നിഷേധിക്കാൻ പറ്റുമോ? അത് ഈ വചനം അനുസരിക്കുന്നത് പാപമാണെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? പറ്റുമോ അച്ഛാ? അല്ല, നമ്മുടെ പാരമ്പര്യം ശിശുക്കളെ സ്നാനപ്പെടുത്തിയാണ്. അത് അച്ഛൻ്റെ പാരമ്പര്യം. ഈ പുസ്തകത്തിൻ്റെ പാരമ്പര്യം വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. സ്തോത്രം. ഈ സത്യം അറിയാമെന്ന പല പുരോഹിതന്മാരും റോമൻ കാത്തലിക് ചർച്ചിലുണ്ട്.
അവർ രഹസ്യമായിട്ട് സ്നാനപ്പെട്ട് കർത്താവ് വരുമ്പോൾ പൊങ്ങാനിരിക്കുക. എൻ്റെ പൊന്നച്ഛ പൊങ്ങത്തില്ല. പൊങ്ങണമെങ്കിൽ അച്ഛനും ഈ പരസ്യമായി ഈ സത്യം ജനത്തിനെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഞാൻ രണ്ടച്ഛന്മാരോട് ഇത് പറയേ. ഒന്ന്, ഡാനിയൽ പൂവണ്ണത്തിങ്കൽ അച്ഛ, ഈ വചനപ്രകാരമാണ് നമ്മൾ സ്നാനപ്പെടേണ്ടതെന്ന് അച്ഛൻ കഥീർത്ത് പറയണം. മറ്റൊരു പുരോഹിതൻ, ഞാനായിരുന്ന കൂട്ടായ്മയിൽ സഭയിലുണ്ടായിരുന്ന, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോമഡി അച്ഛനുണ്ടല്ലോ, ജോസഫ് പുത്തമ്പുരകളച്ച, ഇടോ ഈ ബൈബിൾ അനുസരിക്കുന്നത് പാപമാണോ അതോ വിശുദ്ധ പ്രവൃത്തിയാണോ എന്ന് പറയണം. മറ്റൊരച്ഛൻ, വട്ടായി അച്ഛ, ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ധ്യാനഗുരുക്കന്മാരോടാണ് ചോദിക്കുന്നത്, ഈ തിരുവചനം, ഈ ബൈബിൾ അനുസരിക്കുന്നത് പാപമാണോ? നിങ്ങൾ പറ. ജനത്തിന് കൊടുക്കേണ്ട സ്നാനം ഈ തിരുവചനം സ്നാനമല്ലേ? ഇത് കർത്താവിൻ്റെ അന്ത്യകൽപ്പനയല്ലേ? 2 കൽപ്പന മാത്രമേ സഭയ്ക്കായി കർത്താവ് കൊടുത്തിട്ടുള്ളൂ. 1 സ്നാനം, 2 കർത്തൃമേശ. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം സ്നാനപ്പെടണോ അതോ റാവന്ന സൂനദോസിൽ വെച്ച് ശിശുസ്നാനം അംഗീകരിക്കപ്പെട്ട ഈ കൽപ്പന അനുസരിക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കും. എന്തിന് ജനത്തിനെ തള്ളി നരകത്തിലിടുന്നു? നിക്കോദേമോസിനോട് കർത്താവ് എന്താ പറഞ്ഞേ? സ്വർഗം കാണണോ? സ്വർഗം കടക്കണോ? നിക്കോദേമോസേ, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. സ്തോത്രം. ഈ വചനത്തെ വളച്ചൊടിക്കുന്ന ഒത്തിരി വ്യക്തികളെ യൂട്യൂബിൽ കാണാം. ഒരു ബിഷപ്പിരുന്ന് സംസാരിക്കുന്ന കാണാം. എൻ്റെ പൊന്നു ബിഷപ്പേ, ആദ്യം പോയി ബൈബിൾ വായിച്ചിട്ട് വാ. പിന്നെ പുഴയിൽ ഇറങ്ങി സ്നാനപ്പെടുന്നത് പെന്തക്കോസ്തക്കാരുടെ പരിപാടിയാണ്. ആ പരിപാടിയൊന്നും നമുക്കില്ല. പിന്നെ അച്ഛൻ്റെ പരിപാടി എന്തുവാ? ഈ വചനത്തെ വളച്ചൊടിക്കുക എന്നുള്ള. സ്തോത്രം. അനുസരിച്ചുകൊണ്ട് അനുസരിപ്പിക്കുക. അതാണ് സുവിശേഷ ദൗത്യം എന്ന് പറയുന്നത്. വീണ്ടും AD 1414 കുർബാന സമയത്ത് സാധാരണക്കാർക്ക് വീഞ്ഞ് നിരോധിച്ചു. ഇപ്പം പിന്നെ അത് രണ്ടും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം. കർത്താവ് പറഞ്ഞെന്താണെന്നറിയാം, എടുത്ത് ഭക്ഷിക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ, എടുത്തു കൊടുക്കുകയല്ലേ. നല്ല കാര്യം. പക്ഷെ അത് രണ്ടും കൊടുക്കണം. പലപ്പോഴും ഈ ഒരു നിയമം, രണ്ടും കൊടുക്കണമെന്ന് പറയുന്ന നിയമം വരുന്നതിന് മുമ്പ് ഒന്നേ കൊടുത്തുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് അപ്പം മാത്രമേ കൊടുക്കുള്ളൂ. വീഞ്ഞ് അച്ഛൻ കുടിക്കും. അങ്ങനെ കുറേ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ ഒരു ഇത്തിരി എനിക്കെങ്കിലും തരാൻ വയ്യ ഞാൻ. പിന്നീട് ഈ നിയമം വരുന്നതിന് മുമ്പ്, അത് 2 സ്പീഷീസും കൊടുക്കണമെന്ന് വരുന്നതിന് മുമ്പ് കോൺവെൻറ്റുകളിൽ കുർബാന ചൊല്ലാൻ പോയാൽ ഞാൻ ഇത് കുർബാന ചൊല്ലിയിട്ട് ഇത് രണ്ടും, വീഞ്ഞും അപ്പവും വീഞ്ഞും അൾത്താരയിൽ വെച്ചിട്ട് പറയും, യു ടേക്ക് ആൻഡ് ഈറ്റ് ഇറ്റ്. എടുത്ത് ഭക്ഷിക്കാനാണ്. ഞാൻ എടുത്ത് കൊടുക്കുന്നില്ലായിരുന്നു. സ്തോത്രം. പക്ഷെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് അന്ന് ജോസഫ് ബിഷപ്പിനടുത്ത് ചെന്ന് ക്രിസ്പിനച്ഛൻ അപ്പത്തിൻ്റെ കൂടെ വീഞ്ഞും കൊടുക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും ഒരു അസാധാരണ സാധനമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ എന്ത് പറയുന്നോ അത് ചെയ്യാനല്ലേ നമ്മൾ വിളിച്ചത്. അല്ല, എന്തിനാ വെള്ളം ചേർക്കുന്നത്? സ്തോത്രം. AD 1439 ഫ്ലോറൻസിലെ സൂനകദോസിൽ വെച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അതല്ലേ എന്ന് നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ സാക്ഷിയില്ലേ, അച്ഛൻ മരിച്ചപ്പോൾ മാലാഖ കൊണ്ടുപോയി ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്തത്. എനിക്കറിയത്തില്ല അത് ഏത് മാലാഖയാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാലാഖ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വന്ന ധനവാന്റെ ലാസറിൻ്റെ ഉപമയിൽ ആ ധനവാനെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാസറിനെങ്കിലും കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഈ മാലാഖ എവിടെ പോയി? ലാസറിൻ്റെയും ധനവാന്റെ ഉപമ പറഞ്ഞത് ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛനല്ല,
ഏതെങ്കിലും സെൻട്രൽ പാസ്റ്ററും അല്ല. ആ സംഭവ കഥ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് വന്ന് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവാണ് അത് പറഞ്ഞത്. രണ്ട് സ്ഥലം, ഒന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. ഇത് രണ്ടും രണ്ട് സ്ഥലമാണ്. സ്തോത്രം. അങ്ങനെ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞത് ദർ ഈസ് നോ ഹെൽ, നരകമില്ലെന്നാ പോപ്പ് പറഞ്ഞു. എൻ്റെ ദൈവമേ, കർത്താവ് പറഞ്ഞു കിടാത്ത തീപ്പയുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. സി, മാൻ ഈസ് മോർ പ്രാക്ടിക്കൽ ദാൻ ഗാഡ്. മനുഷ്യൻ ദൈവത്തെക്കാൾ പ്രായോഗിക ബുദ്ധിയുള്ളവനാണെന്ന്. ദർ ഇസ് നോ ഹെൽ. കാരണം അദ്ദേഹം അത് പറയാൻ കാരണം, ഈ നരകമെന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, പിശാചിന് വേണ്ടിയുള്ളതാണ്. ദറ്റ്സ് ട്രൂ. നല്ലവനായ പിതാവ് ഒരിക്കലും നമ്മളെ ആ നിത്യ നരകത്തിലേക്ക് തള്ളിയിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഈ അച്ഛൻ വന്നിട്ട് പറഞ്ഞ് അവിടെയാണ് കോൺട്രഡിക്ഷൻ വരുന്നത്. ആത്മാവ് വേർപെട്ടു പോയി, സ്വർഗവും കണ്ട് നരകവും കണ്ട് ശുദ്ധീകരണ സ്ഥലവും കണ്ട്. എന്നിട്ട് അച്ഛൻ വന്നിട്ട് ഇന്ന് അച്ഛൻ വന്നിരുന്ന സാക്ഷ്യം പറയുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കോടിക്കണക്കിന് ജനങ്ങൾ നരകത്തിലും ശുദ്ധീകരണ സ്ഥലത്തും കിടക്കുകയാണ്. പോപ്പ് പറയുന്നത് ദർ ഈസ് നോ ഹെൽ. ജനങ്ങൾ ആപ്പാട് കൺഫ്യൂഷനായി. ഞങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കണമെന്നാണ് പ്രാർത്ഥന. ഒരു കൺഫ്യൂഷൻ തീരും. ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കരുത്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നത് നീ കേട്ടാൽ നീ നിത്യതയിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാവും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവൻ നരകമില്ല. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവന് യാതനാസ്ഥലവും ഇല്ല. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ കർത്താവിൻ്റെ തിരുവചനം പറയുന്നതാണ്. AD 1859 മാതാവിൻ്റെ അമലോത്ഭവ സത്യവിശ്വാസമായി പിയൂസ് 9 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. മാതാവിൻ്റെ അമലോത്ഭവം, അതായത് പാപമില്ലാതെയാണ് അമ്മ ജനിച്ചതെന്ന്. പാപമില്ലാതെ ഈ ഭൂമിയിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവായ യേശുവാണ്. അവൻ്റെ പേരാണ് അമലോത്ഭവൻ, അമലോത്ഭവയല്ല. സ്തോത്രം. അപ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണത്തെ അടുത്ത വർഷം പറയുന്നത് 1950 മാതാവിൻ്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പിയൂസ് 12 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അപ്പോൾ 1950 ഇവിടെ ഇരിക്കുന്ന പലരും ജനിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ഈ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ പലരും ജനിച്ചതിന് ശേഷമാണ് യേശുവിൻ്റെ അമ്മ സ്വർഗത്ത് പോയത്. ഒരു ക്വസ്റ്റ്യൻ, അതുവരെ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം എവിടെയായിരുന്നു? സ്തോത്രം. എവിടെയായിരുന്നു? എനി ക്ലൂ, എനി തെളിവ്? ഒരു കാര്യമുണ്ട്, വചനത്തിലൊരു തെളിവുണ്ട്. യേശുവിൻ്റെ അമ്മ നിദ്രയിലായിരുന്നു, വിശ്രമത്തിലാണ്. അമ്മ ഉയർത്തെണീക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ഈ പുത്രൻ്റെ രണ്ടാമത്തെ വരവിൽ. ആദ്യം ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം, പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് ഈ പുസ്തകം പറയുകയാണെങ്കിൽ അതിനു മുമ്പ് ആരെ സ്വർഗത്ത് കയറ്റാൻ പറ്റും? ആർക്ക് കയറ്റാൻ പറ്റും? പക്ഷെ ജനത്തിനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, മാതാവിനെ ഞാൻ കണ്ടു, മാതാവ് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭൂമിയിൽ ചെന്ന് ഈ സത്യം എല്ലാവരെയും പഠിപ്പിക്കണം, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന്. മരിച്ചവർ മൗനത്തിലാണെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ മാതാവ് സംസാരിച്ചേ? മാതാവ് പാടിയെന്താണെന്നറിയോ? ഞാൻ എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു, ഞാൻ എൻ്റെ രക്ഷകനിൽ
ആനന്ദിക്കുന്നു. അപ്പം ഈ അമ്മയെ കൂടി രക്ഷിക്കാമെന്ന ഈ പുത്രൻ. സ്തോത്രം. അമ്മയെ സ്തോത്രം ദൈവം കാത്തു പരിപാലിച്ചു. കന്യകയായി തന്നെ അമ്മയെ ദൈവം കാത്തു പരിപാലിച്ചു. ഈ ലോകത്തിൻ്റെതായ ഒരു മ്ലേച്ഛതയിലും വീഴാതെ അമ്മയെ കാത്തു പരിപാലിച്ചു. ആ അമ്മയിൽ നിന്നാണ് അമലോത്ഭവൻ ജനിച്ചത്, അല്ലാതെ അമലോത്ഭവയിൽ നിന്നും അമലോത്ഭവനല്ല. അമ്മ നമ്മളെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അതിലെന്താ തെറ്റ്? ഒരു പക്ക മനുഷ്യ സ്ത്രീ ആയിരുന്നത് കൊണ്ടില്ലേ കുഞ്ഞിനെ കാണാതെ വന്നപ്പോൾ ആകുലതയോടെ അവനെ അന്വേഷിച്ചിറങ്ങിയതാ. സ്തോത്രം. അമ്മയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. യേശുവിൻ്റെ അമ്മയെ വിശുദ്ധ മറിയത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് സ്തോത്രം ജനത്തിനോട് കള്ളം പറയുന്നത്. സ്തോത്രം. അപ്പോൾ AD 1965 മറിയത്തെ സഭാമാതാവായി പോൾ 6 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സഹരക്ഷകയായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശുവിൻ്റെ അമ്മ സഹരക്ഷകയാണ്. എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഒരേ ഒരു രക്ഷകൻ, ആ രക്ഷകൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവന് മാത്രമേ നാശകരമായ കുഴിയിൽ നിന്ന് മകനെ മകളെ നിന്നെ പിടിപ്പിക്കാൻ കഴിയുള്ളൂ. അവൻ മാത്രമേ നെഞ്ചി വിരിച്ചു കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായത്. യേശുവിൻ്റെ അമ്മയല്ല. സ്തോത്രം. ആ അമ്മ പറഞ്ഞത്, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ ദൈവം, ഈ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. വിടുതലാണ്, അനുഗ്രഹമാണ്. നിന്റെ കുടുംബത്തിലെ പ്രശ്നം മാറും. നീ എന്ത് വിഷയത്തിലാണോ പിശാച് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് അതഴിക്കാൻ ഈ പുത്രന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് യേശുവിൻ്റെ അമ്മ കാനായിലെ കല്യാണത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ. അല്ലാതെ ഒരിക്കലും നെഞ്ചത്ത് ടൈം പീസ് ക്ലോക്കും തൂക്കിപ്പിടിച്ചുകൊണ്ട് ഈ മാതാവ് എങ്ങും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മാതാവ് അങ്ങ് ആലപ്പുഴയിൽ കറങ്ങുന്നുണ്ട്. ആ മാതാവിൻ്റെ നെഞ്ചത്ത് ക്ലോക്ക്. എന്ത് പറയാനാണ്? സ്തോത്രം. എൻ്റെ ജോസപ്പച്ച, എന്തിനാണ് നിങ്ങളിങ്ങനെ ജനത്തിനെ വഞ്ചിക്കുന്നത്? എന്നിട്ട് ജോസപ്പച്ചൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, സമയവും കാര്യങ്ങളൊക്കെ മാതാവിൻ്റെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമയത്തെ മാതാവ് തീരുമാനിക്കും. അതുകൊണ്ടാണ് ക്ലോക്കുമായിട്ട് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഇതെങ്ങനെ ചിരിക്കാതിരിക്കും? മാതാവിന് എന്നേക്കാൾ കൂടുതൽ ചിരി വരുന്നുണ്ട്. മോനെ, ആ ക്ലോക്ക് നീ എവിടുന്നാടാ എൻ്റെ നെഞ്ചത്ത് കെട്ടിത്തൂക്കി? ഇത് എടുത്ത് മാറ്റടാ. ജോസഫച്ചൻ ബൈബിൾ വായിച്ചിട്ടില്ലല്ലേ? കർത്താവ് പറഞ്ഞ ഈ സമയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ സമയം എനിക്കറിയത്തില്ല, പിതാവിനെ അറിയുള്ളൂ. പിന്നെ എങ്ങനെ അച്ഛാ ഈ മാതാവിനെ അറിയാൻ പറ്റി? സ്തോത്രം. എന്തിനാണ് അച്ഛാ? അതുകൊണ്ട് കൃപാസനത്തിലിരിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയമല്ല, ജോസഫച്ചൻ്റെ അമ്മയാണത്. അതുകൊണ്ട് എന്നോട് പിണക്കല്ലേ? ബൈബിളിൽ അങ്ങനെ ഒരു മാതാവിനെ നീ കാണിച്ചതാ ഈ പുസ്തകത്തിൽ കാണിച്ച. സഭയ്ക്ക് അമ്മയില്ല, അപ്പനേ ഉള്ളൂ. സ്തോത്രം. 120 പേരുടെ കൂടെ മാതാവും കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. സ്തോത്രം. അങ്ങനെ വേണം ചെയ്യാൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അമലോത്ഭവം ആയിരുന്നെങ്കിൽ എന്തിന് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം? അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ മാതാവിൻ്റെ മേലും വന്നത്? ഈ പരിശുദ്ധാത്മാവിനല്ലേ അവൾ പുത്രനെ വഹിച്ചത്? ആ സഹായകൻ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അത് യേശുവിൻ്റെ അമ്മയ്ക്കും ആവശ്യമായിരുന്നു. ആ സഹായകൻ ഇന്നുകൊണ്ട്
ആ സഹായം തരുന്ന ശക്തിയിലാണ് ഈ തിരുവചന ശക്തിയും ഭയം കൂടാതെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ ദേശത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് സ്തോത്രം. അമ്മ അർഹിക്കാത്ത പദവി മാതാവിന് കൊടുക്കണം. മാതാവിന് ഇത് അറിയത്തില്ല. അമ്മ ഉറക്കത്തിലാണ്. എന്തിനാണ് ഈ ഉറങ്ങുന്ന ആളെ ശല്യപ്പെടുത്തുന്നത്? മാതാവ് ഉറങ്ങട്ടെ, എണീക്കുന്നൊരു സമയമുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, കർത്താവ് രണ്ടാമത് വരുമ്പോൾ ആദ്യം ഈ അമ്മയായിരിക്കും എണീക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകളിൽ നീ ഭാഗ്യവതി. അമ്മയ്ക്ക് കൃപ ലഭിച്ചു. അതേ കൃപ തന്നെയാണ് ഈ വചനം അനുസരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നുകൊണ്ടിരിക്കണേ. നന്മ നിറഞ്ഞവളെ എന്ന് പറയുമ്പം നന്മ എന്ന് പറയുന്നത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ കൃപ ദൈവം തരുന്നതാണ്. നന്മ നിറഞ്ഞവളെ എന്നാണ്. ബൈബിൾ അങ്ങനെയില്ല, കൃപ ലഭിച്ചവളെ എന്നാണ്. അമ്മയ്ക്ക് ലഭിച്ച അതേ കൃപ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി വീണ്ടും ജനിക്കാനായിട്ട് സാധിച്ചത്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അനുസരിക്കും. AD 1996 പരിണാമ സിദ്ധാന്തം തെറ്റല്ല എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളുടെ അപ്പൻ കുരങ്ങനാണെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. എന്നാൽ ലോകമേ, എൻ്റെ അപ്പൻ കുരങ്ങനല്ല, എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്. അവിടുത്തെ ഛായയിലാണ് അവൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവ സൃഷ്ടിയിൽ ഡാർവിന് ഒരു കയ്യുമില്ല. സ്തോത്രം. അതിനെ പിന്താങ്ങാനായിട്ട് PhD WMA DDTK എടുത്ത വിദ്വാൻമാരായ പുരോഹിതന്മാരിന്ന് ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവിന് വചനം പഠിപ്പിക്കില്ലേ അച്ഛാ? സ്തോത്രം. തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ട സമയമായല്ലോ.